ഇന്നൊരു സിമ്പിൾ പനീർ കറി റെസിപ്പിയാണ്. അതിന് നമുക്ക് കുറച്ച് പനീർ ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്യണം. സവാള, തക്കാളി, പിന്നെ ആവശ്യത്തിന് മല്ലിയിലയും കാഷ്യൂ ഒക്കെ ഉള്ളതുപോലെ, ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. കുറച്ച് പാൽ. ഒരു പാത്രം വെച്ചിട്ട് നമുക്ക് അതിലോട്ട് കുറച്ച് ബട്ടർ ഇട്ട് ആവശ്യത്തിന് അത് മെൽറ്റായിട്ട് വരണം. മെൽറ്റായിട്ട് വരുമ്പോഴത്തേക്കും നമുക്കതിൽ സവാള ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റണം. വീഡിയോയിൽ കുറച്ച് പോരായ്മ കാണും, കാര്യം ഒരു കൈ കൊണ്ടാണ് ഫോൺ റെക്കോർഡ് ചെയ്ത് എടുക്കണേ. ഈ സവാള ഒന്ന് വഴണ്ട് വരുന്ന കുറച്ച് സമയമെടുക്കും. ഒരു 10 മിനിറ്റോളം നമുക്കൊന്ന് സവാള വഴറ്റിയെടുക്കണം. അതിനുശേഷം ആവശ്യത്തിന് ഉപ്പ് ചേർക്കണം. ഏതൊക്കെ അവരവരെ ഇഷ്ടം അനുസരിച്ചാട്ടോ ഉപ്പ് ചേർക്കേണ്ടത്. ഉപ്പ് ചേർത്ത് വഴണ്ട് ഒരു റോസ് കളറിൽ സവാള ആകുമ്പോൾ നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളി ഇട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കിയ ശേഷം നമുക്ക് കാഷ്യൂ, അതൊക്കെ നമുക്കുള്ളതുപോലെ ആവശ്യാനുസരണം ചേർത്താൽ മതി കേട്ടോ. അതും ഇട്ട് ജസ്റ്റ് ഒന്ന് നന്നായിട്ട് ഇളക്കി അതും ഒന്ന് പച്ചമണമൊക്കെ മാറി തക്കാളിയൊക്കെ ജസ്റ്റ് ഒന്ന് ഉടഞ്ഞ് വരുമ്പോഴത്തേക്ക് തന്നെ നമുക്ക് പൊടികളൊക്കെ ഇടാം. അതിനുവേണ്ടി നടുക്കായിട്ട് ജസ്റ്റ് ഒരു സ്പേസ് കുഴി പോലെ കുഴിച്ച ശേഷം മാത്രം നമുക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, എല്ലാം അവരവരെ കണക്കിനാട്ടോ ഇടേണ്ടേ. നമുക്കിവിടെ എരിവ് കുറച്ചായതുകൊണ്ട് ഞാൻ കുറച്ച് മുളക് പൊടി ഇടുന്നുണ്ട്. ലാസ്റ്റ് വേണമെങ്കിൽ നമുക്ക് ടേസ്റ്റ് നോക്കിയിട്ട് ബാക്കി ഇടാം. കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുത്തു. അതിനുശേഷം കുറച്ച് മസാലപ്പൊടി, ഗരം മസാല കുറച്ച് ഇടുന്നുള്ളൂ, വലിയ ഇഷ്ടമുള്ളവർക്ക് ഇടാം. അതും ഒന്ന് മൂത്ത് വന്ന ശേഷം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. അതിനുശേഷം നമുക്ക് മിക്സിയിലെ ജാർ എടുത്തിട്ട് കുറച്ചായിട്ട് മിക്സിയിൽ അടിച്ചെടുക്കാം കേട്ടോ. കൂടുതലായി കഴിഞ്ഞാൽ അടുക്കള മുഴുവൻ കുളമാവും. എന്നിട്ട് 2-3 ഐസ് കട്ടയും കൂടി ഇടാൻ മറന്നു പോവില്ല. അല്ലെങ്കിൽ മിക്സി നന്നായിട്ട് ഹീറ്റായിട്ട് നമുക്ക് പിന്നെ അരയ്ക്കാൻ ബുദ്ധിമുട്ടായിരിക്കും, മിക്സിയും പെട്ടെന്ന് കേടാവും. ഞാൻ അതിലോട്ട് 2-3 ഐസ് ക്യൂബും കൂടി ഇട്ടാൽ അടിച്ചൊടിച്ച്. അതിനുശേഷം അതേ പാത്രത്തിൽ തന്നെ കുറച്ചും കൂടെ ബട്ടർ ഇട്ടിട്ട്, ബട്ടറൊക്കെ അവരെ ഇഷ്ടത്തിനനുസരിച്ച് ഇടാം കേട്ടോ. ബട്ടർ ഇട്ട് ഞാൻ നേരത്തെ അടിച്ച് വെച്ച ഗ്രേവിയും കൂടെ അതിലോട്ട് ഒഴിച്ച് ജാറിൽ കുറച്ച് വെള്ളവും കൂടെ ചേർത്താണ് ഒഴിച്ച്. വെള്ളമൊക്കെ നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് വെള്ളം ചേർക്കാം. കട്ടിക്ക് യൂസ് ചെയ്യണവർക്ക് കട്ടിക്ക് എടുക്കാം. ഞാൻ ഇച്ചിരി ലൂസാക്കുന്നുണ്ട് കുറച്ചും കൂടെ കഴിഞ്ഞിട്ട്. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടായി വരട്ടെ. ചൂടായി വന്ന ശേഷം ഞാൻ ആവശ്യത്തിന് കുറച്ചും കൂടെ വെള്ളം ഒഴിച്ച്, ഇച്ചിരി മുളക് പൊടിയുടെ കുറവുള്ളായിരുന്നു, കുറച്ച് മുളക് പൊടിയും കൂടെ ചേർത്ത് അതൊന്ന് തിളച്ച് വന്ന് തുടങ്ങിയപ്പോൾ തന്നെ ഞാൻ നേരത്തെ കട്ട് ചെയ്ത് വെച്ച പനീർ ക്യൂബ്സായിട്ട് കട്ട് ചെയ്ത് ഇതിലേക്ക് ഇട്ട് കൊടുത്തു. ഇതിന് ജസ്റ്റ് ഒന്ന് തിളയ്ക്കണം. കൂടുതലായിട്ട് ഇളക്കരുത്. കൂടുതൽ ഇളക്കി കഴിഞ്ഞാൽ പനീർ പൊടിഞ്ഞു പോവേണ്ട ചാൻസ് നന്നായിട്ടുണ്ട്. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി അതൊന്ന് ചൂടായി വരണം. അതിലൊന്ന് ജസ്റ്റ് തിളയൊക്കെ വന്ന് തുടങ്ങണം. ബബിൾസ് ആയിട്ടൊക്കെ വരത്തില്ലേ, അതുപോലെ ജസ്റ്റ് ഒന്ന് തിള വന്ന് തുടങ്ങുമ്പോഴത്തേക്കും നമുക്ക് നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരിക്കണം മല്ലിയില ആവശ്യത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. മല്ലിയില ഇഷ്ടമുള്ളവർക്ക് മല്ലിയില ഇടാം. കസ്തൂരി മേത്തിയാണെങ്കിൽ ഇത്തി കൂടെ നല്ല ടേസ്റ്റ് ആയിരിക്കും. മല്ലിയില ഇട്ട ശേഷം ഞാനത് കുറച്ചും കൂടെ ഇളക്കും കേട്ടോ. ഞാൻ അത് മറന്നുപോയി. ഞാൻ മല്ലിയില ഇട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കിയ ശേഷമാണ് ഞാൻ ലാസ്റ്റ് ഒന്ന് പാലൊഴിക്കാൻ പോകുന്നത്. പാൽ ഇഷ്ടമുള്ളവർക്ക് പാലൊഴിക്കാം. ഫ്രഷ് ക്രീം കിട്ടുമെങ്കിൽ അത് ഒഴിക്കാം. എനിക്ക് ഫ്രഷ് ക്രീം കിട്ടാത്തതുകൊണ്ടാണ് ഞാൻ പാലൊഴിച്ചത്. പാലൊഴിച്ച ശേഷം നമുക്ക് ലാസ്റ്റായിട്ട് ഒരു കുഞ്ഞ് പീസ് ബട്ടറും കൂടെ അതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കണം. ഈ ബട്ടർ ഒന്ന് മെൽറ്റായിട്ട് വരും. ബട്ടർ മെൽറ്റായിട്ട് അതിൻ്റെ മുകളിൽ ഇങ്ങനെ തെളിഞ്ഞ് വരുമ്പോഴത്തേക്കും നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. എന്നിട്ടൊരു 5 മിനിറ്റ് തണുത്ത ശേഷം നമുക്ക് സെർവ് ചെയ്യണ പ്ലേറ്റിലോട്ട് സെർവ് ചെയ്ത് കഴിക്കാം. ഇതൊരു സിമ്പിൾ റെസിപ്പിയാണ്, എല്ലാവർക്കും ഉണ്ടാക്കാം. കാഷ്യൂ ഒന്നും വേണമെന്ന് നിർബന്ധമൊന്നുമില്ല, എല്ലാവർക്കും ഉണ്ടാക്കാം. താങ്ക് യു.